ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം ശ്ലോകം 7. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. യുവരാജാവായ ദുര്യോധനൻ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരെ സമീപിച്ച് ഇപ്രകാരം അഹങ്കാരത്തിൽ പറയുകയാണ്. എപ്രകാരം? അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, നമ്മെ സംബന്ധിച്ചവരിലാകട്ടെ ആരൊക്കെയാണോ എൻ്റെ സേനയിലെ സമർത്ഥരായ നായകന്മാർ, അവരെ തിരിച്ചറിഞ്ഞാലും അവരെ പേര് ചൊല്ലി അങ്ങയ്ക്ക് പറഞ്ഞു തരാം. നോക്കൂ, ഇവിടെ ദ്രോണാചാര്യർക്ക് എന്താ കണ്ണ് കണ്ടൂടെ? ദുര്യോധനൻ അക്കമിട്ട് പേര് ചൊല്ലി പറഞ്ഞാൽ മാത്രമാണോ ദുര്യോധനന്റെ സൈന്യത്തിലെ ഓരോ പടയാളികളെയും അല്ലെങ്കിൽ ഓരോ വീരന്മാരെയും ദ്രോണാചാര്യർക്ക് മനസ്സിലാകാൻ? അപ്പോൾ ഇവിടെ ദുര്യോധനൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, എൻ്റെ സേനയിലെ സമർത്ഥരായ നായകന്മാരെ തിരിച്ചറിഞ്ഞാലും. അപ്പോൾ ബാക്കി ഇവിടെ ജീവത്യാഗം ചെയ്യാൻ വന്ന ഭീഷ്മരാകട്ടെ, ദ്രോണാചാര്യരാകട്ടെ, അശ്വത്ഥാമാവാകട്ടെ, ആരും തന്നെ ആയിക്കൊള്ളട്ടെ, ഈ കൗരവ സേനയിലുള്ള ബാക്കിയുള്ള എല്ലാവരും എന്താ വിലയില്ലേ? അപ്പോൾ തൻ്റെ ആസുരികമായ മനസ്സിൻ്റെ പ്രതിഫലനമാണ് ദുര്യോധനൻ ഇവിടെ കാണിക്കുന്നത്, എൻ്റെ സേനയിലെ നായകന്മാരെ കണ്ടാലും എന്നത്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭീഷ്മ പിതാമകൻ, അദ്ദേഹമാണ് പടനായകൻ കൗരവസേനയിലെ. എന്നിട്ട് പോലും രാജാവായ ദുര്യോധനൻ തൻ്റെ പടനായകനെ ചെന്നല്ല ഇത്തരത്തിൽ സേനാവ്യൂഹങ്ങളെ കണ്ട് വിലയിരുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പ്രയോഗം വരുന്നത്. അത്തരത്തിൽ ദുര്യോധനന് ഭീഷ്മ പിതാമകനോടുള്ള സംശയം മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ദ്രോണാചാര്യരെ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് സംബോധന ചെയ്തത്. നോക്കൂ, ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് ഇത്തരത്തിൽ ഇവിടെ ദ്രോണാചാര്യർ. എന്നാൽ കർമ്മം കൊണ്ട് ക്ഷത്രിയ ധർമ്മം ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി ആരൊക്കെ ചതിച്ചാലും ബ്രാഹ്മണനായ അങ്ങ് എന്നെ ചതിക്കില്ല എന്നതും ഇവിടെ അക്കമിട്ട് ഒന്ന് ഊന്നി പറയുകയാണ്. അപ്പോൾ അത് ഈ ജാതി പോലും അല്ലെങ്കിൽ വർഗഭേദം പോലും ഇവിടെ ദുര്യോധനൻ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി. ഇത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രായോഗികമായ ഒരു ശ്ലോകമാണ്. പല ജാതി മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ആ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആൾക്കാരെ കൃത്യമായി തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിവേചനം ചെയ്യുകയാണ്. അത് ആസുരികമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ഈ ശ്ലോകം എടുത്തു കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ താൻ, എൻ്റെ എന്ന പ്രയോഗങ്ങൾ ഒഴിവാക്കി നമ്മുടെ എന്ന പ്രയോഗങ്ങളിലൂടെ മനസ്സ് വിശാലമാകണം എന്നും ഈ ഒരു ശ്ലോകം അർത്ഥമാക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. We've been waiting for so long.